നമസ്കാരം. നിലമ്പൂർ മണ്ഡലം ആകെ ഇളകിമറിയുകയാണ്. ഇത് ഇലക്ഷനെ കൊണ്ടുള്ള ഇളകിമറിയലല്ല. ഒരു പാവപ്പെട്ട 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു 15 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി മീൻ പിടിക്കാൻ പോയി മടങ്ങി വരുമ്പോൾ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചതാണ് നിലമ്പൂർ ഇളകിമറിയുന്നതിന് കാരണം. അവിടെ ആ കുട്ടിയോടൊപ്പം 5 പേർ ചേർന്ന് മീൻ പിടിക്കാൻ പോയി മടങ്ങി വരുമ്പോഴാണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. പന്നിയെ പിടിക്കാൻ വേണ്ടി അവിടെയുള്ള ചില ഗുണ്ടാ സംഘങ്ങൾ, അതായത് വന്യമൃഗങ്ങളെ പിടിച്ച് മാംസമാക്കി വിൽക്കുന്ന ഒരു ഗുണ്ടാ മാഫിയ സംഘമുണ്ട്. ആ ഗുണ്ടാ മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകൾ വെച്ച കെണിയിലാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥി കുടുങ്ങുകയും ഇലക്ട്രിക് ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തത്. 2 പേർക്ക് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. യദു കൃഷ്ണയും അതേപോലെ സച്ചുവും. ഇത് വളരെ വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി ആളിക്കത്തുകയും അവിടെ UDF പ്രവർത്തകർ സമരവുമായി രംഗത്തിറങ്ങുകയും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായി. പോലീസ് വാഹനം തടഞ്ഞു. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം, വനം വകുപ്പ് മന്ത്രി നിലമ്പൂർക്കാരെ മൊത്തം ആക്ഷേപിച്ചിരിക്കുകയാണ്. നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ 2 എണ്ണമാണെന്ന് പറയും. ഒന്ന് കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ, പാറപ്പട ലോബിയും അതേപോലെ മണ്ണ് മാന്തൽ ലോബിയും പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ സംഘമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കവളപ്പാറയിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേയുള്ളൊരു കാര്യമാണ് ഈ മേഖലയിൽ നടക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം. 8 പേരാണ് ഇവിടെ മരണപ്പെട്ടുള്ളത്. ഏകദേശം 100ഓളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായി നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഹോസ്പിറ്റലാവുകയോ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയോ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് CPMൻ്റെ ഗുണ്ടാ മാഫിയ സംഘത്തിൽ, അതായത് പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയയിൽപ്പെട്ട പിണറായി വിജയനുമായി ബന്ധപ്പെട്ട CPMൻ്റെ അവിടുത്തെ പ്രാദേശിക ഘടകവുമായി ബന്ധപ്പെട്ട വഴിക്കടവിൽ ഉള്ള ഈ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക, അതിന് ഇലക്ട്രിസിറ്റിയുടെ KSEBയുടെ സഹായത്തോടെ ഇലക്ട്രിക് ലൈൻ താഴെ വീഴ്ത്തിയിടും. അതിൽ തട്ടി ഈ മൃഗങ്ങൾ മരിക്കും. ഈ മൃഗങ്ങൾ പിടഞ്ഞു മരിക്കും. ആ മൃഗങ്ങൾ പിടഞ്ഞു മരിക്കുന്ന സ്ഥലത്താണ് ജിത്തു എന്ന് പറയുന്ന വഴിക്കടവിലെ കാട്ടിങ്ങിലുള്ള ഒരു കുട്ടി മീൻ പിടിക്കാൻ പോയി മടങ്ങി വരുമ്പോൾ 5 പേരോടൊപ്പം പോയി മടങ്ങി വരുമ്പോൾ ഷോക്കേറ്റ് വീണത്. ഇതിനെതിരെ മന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് നേരത്തെ നടന്ന ഗൂഢാലോചനയാണ്, ഇലക്ഷനിൽ വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ്. ഇതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് സമ്മേളനം നടന്നു എന്നൊക്കെയാണ്. എന്തൊരു വൃത്തികെട്ട സംഭവമാണ് മന്ത്രി പറയുന്നത്. ഈ മന്ത്രിയെ പിടിച്ച് പുറത്താക്കി രാജിവെപ്പിച്ച് പിണ്ടം വെക്കാൻ ധൈര്യമുണ്ടോ പിണറായി വിജയന്? യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന മുൻകൂട്ടി ചെയ്തത്. ഇന്നലെ നമ്മളെ ഇതേപോലെ തന്നെയാണ് ആ മന്ത്രിയുടെ പ്രസ്താവന എന്ന് കേൾക്കാം. നിലമ്പൂരിൽ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്. ഞാൻ സംശയം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കുറ്റം ആരോപിക്കുകയില്ല. സംശയിക്കത്തക്ക ഗുരുതരമായ സാഹചര്യം അവിടെ നിലവിലുണ്ട്. ഗവൺമെൻറ്റിനെതിരെയുള്ള ക്യാമ്പയിൻ, അവിടെ ഇലക്ഷൻ നടക്കുകയില്ല. ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രധാനം. അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അശ്ലീല വിജയരാഘവൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ പ്രതിഷേധമൊന്നും നടത്താൻ പാടില്ല, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഗുണ്ടാ മാഫിയെ നിയന്ത്രിക്കാത്തത് ആരാണ്? ഇവിടെ പോലീസിന് ഇത്രയധികം സഹായം ചെയ്തു കൊടുക്കുന്ന ആരാണ്? നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ CPM നേതൃത്വമാണ്. ചില CPMലെ പ്രമുഖരായ നേതാക്കന്മാരാണ് ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള. വഴിക്കടവിൽ നിന്ന് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു മുഹമ്മദ് പറയുന്ന ഒരാളെയും വേറൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ സ്ഥിരമായിട്ട് വന്യമൃഗങ്ങളെ വേട്ടയാടി മാംസം വിൽക്കുന്ന ആളുകളാണ്. അവർ കൃത്യമായി CPMൻ്റെ ആളുകളാണ്. CPMൻ്റെ ഗുണ്ടാ മാഫിയ സംഘമുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ കേരളത്തിലെ മേഖലകളിലും അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട നേതാവോ ഇതിൻ്റെ ഗുണ്ടാ മാഫിയയുടെ ഹെഡായിരിക്കും. പോലീസ് സ്റ്റേഷനിലും അതേപോലെ വനവകുപ്പിലൊക്കെ അവർക്ക് ഭയങ്കര സ്വാധീനമാണ്. അതുകൊണ്ട് അവരാരും തന്നെ ഇത്തരം കാര്യങ്ങളിൽ തൊടാനൊന്നും വരികയില്ല. അതേപോലുള്ള ഒരു ഗുണ്ടാ മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്നത് CPM ആണ്. അവർ ഈ പന്നികളെ കിട്ടുമ്പോൾ കുറച്ച് പോലീസ് സ്റ്റേഷനിലെത്തിക്കും, കുറച്ച് KSEBയിലെത്തിക്കും, ബാക്കി മറച്ചു വെക്കും. ഇതാണ് സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവം. ഇതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് KSEB ആണ്.
ഇപ്പോൾ KSEBയും അതേപോലെ വനവകുപ്പും കൂടി ഒത്താശ ചെയ്തു കൊടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോയി ഒന്നും അറിയാത്തൊരു പാവപ്പെട്ട കുട്ടി വീണ് മരിക്കുമ്പോൾ അത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ മന്ത്രി ശശീന്ദ്രൻ എന്നെ പിടിച്ച് പുറത്താക്കേണ്ടത് ഈ നിർബന്ധമായ ഒരു കാര്യമാണ്. അത് ഒരിക്കലും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് ഇരുത്താൻ പറ്റുന്ന ആളല്ല. രാഷ്ട്രീയ ലാക്കോടുകൂടി ഇലക്ഷനിൽ വോട്ട് തട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇത്ര ചീഞ്ഞളിഞ്ഞൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്ന് നിലമ്പൂർക്കാരെ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ അവിടെ ഉണ്ടാവേണ്ടതാണ്. ഈ മാഫിയ സംഘത്തിന് കൂട്ടുനിൽക്കുന്നത് അവിടുത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറിമാരും അവിടുത്തെ നേതാക്കന്മാരാണ്. ഇവർക്ക് ഗുണ്ടാ മാഫിയ സംഘമായി അടുത്ത ബന്ധമുണ്ട്. നമുക്കറിയാം, പോലീസിനെ നിയന്ത്രിക്കുന്നവരാണ്, അതേപോലെ വനംവകുപ്പിനെ നിയന്ത്രിക്കുന്നവരാണ്. കൃത്യമായി വനംവകുപ്പിന് അറിയാം ഇങ്ങനെ ഷോക്ക് അടിപ്പിച്ച് ഇലക്ട്രിക് ലൈൻ ഇട്ട് ഷോക്ക് അടിപ്പിച്ച് മൃഗങ്ങളെ വേട്ടയാടുന്ന കാര്യം. അതിൽ പിടഞ്ഞു വീഴുന്ന മൃഗങ്ങൾ അത് പിന്നെ ഭക്ഷണമാക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു അവിടെയുള്ള ഗുണ്ടാ മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്ന CPM തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ, ഗവൺമെൻറ് തന്നെയാണ് ഉത്തരവാദികൾ. കാരണം പിണറായി വിജയൻ്റെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ഗുണ്ടാ മാഫിയ സംഘത്തിലെ അംഗങ്ങളാണ്. ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ വാർഡുകളിലടക്കം പിണറായി വിജയന് ഗുണ്ടാ മാഫിയ സംഘങ്ങളുണ്ട്. അവിടെ നടക്കുന്ന ഏത് അനധികൃതമായ ഇടപാടിലും പിണറായി വിജയന് കമ്മീഷൻ കിട്ടിയാൽ മതി. ആ കമ്മീഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കും അവർക്കെതിരെ കേസെടുക്കണ്ട എന്നുള്ളത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ പലതവണ ഉണ്ടായിട്ടും ഈ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ പേടിച്ച് അവിടെയുള്ള ജനങ്ങൾ മിണ്ടാതിരിക്കുന്ന കാര്യമാണ് നടക്കാറുള്ളത്. എന്നാൽ ഒരു മന്ത്രി തന്നെ നിലമ്പൂരിനെ ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അതിനെതിരെ ശക്തമായ ജനവികാരമാണ് നിലമ്പൂരിൽ ആഞ്ഞടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 70% മേഖലയും 7 പഞ്ചായത്തുകളും വനപ്രദേശത്തോട് ബന്ധപ്പെട്ട സ്ഥലമാണ് നിലമ്പൂരിനുള്ളത്. 30% വരുന്ന സ്ഥലം മാത്രമേ വനപ്രദേശവുമായി ബന്ധപ്പെടാത്ത സ്ഥലമുള്ളൂ. ആ മേഖലകളിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചിട്ട് എത്രയോ തവണ അവിടെ ജനങ്ങൾ പ്രക്ഷോഭവുമായി വന്നിട്ടുണ്ടെങ്കിലും മന്ത്രിക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവാറില്ല, പിണറായി വിജയന് യാതൊരു കുലുക്കവും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി സ്വരാജ് ഈ വീട്ടിൽ പോയി കള്ളക്കരച്ചിലുമായി എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്നലെ പോലീസ് വാഹനം പോലും തടഞ്ഞു വെച്ചു. പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ച് UDF പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. അവസാനം പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ അവരെ ആരെയും പ്രതിയാക്കണ്ട എന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു. കാരണം ഏതെങ്കിലും ആളുകളെ പ്രതിയാക്കി കഴിഞ്ഞാൽ അത് വലിയ ജനരോഷത്തിന് കാരണമാകും, ഇലക്ഷനിൽ വലിയ അട്ടിമറി സൃഷ്ടിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെയും കേസിൽ പ്രതിയാക്കണ്ട എന്ന് പറയുന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും നിലമ്പൂർ ആകെ ഇളകി മറിയുകയാണ് ഈ മരണത്തോടെ. കാരണം കഴിഞ്ഞ കുറേ കാലമായി എത്ര പേരാണ് ഇവിടെ മരണപ്പെട്ടത്. ആ സമയത്തൊക്കെ തന്നെ ഈ മന്ത്രിയോട് കേണപേക്ഷിച്ച് പറഞ്ഞിട്ടും അവിടെ അതിനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അവസാനം ഇലക്ഷൻ്റെ തലേ ദിവസമാണ് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് ഒരു കത്ത് അയക്കുന്നത്. അതിലപ്പുറത്ത് ഈ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഈ കർഷകർക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. എത്ര പേരാണ് നിരപരാധികളായ ആളുകൾ ഈ വന്യമൃഗങ്ങളുടെ കുത്തേറ്റും ആക്രമണത്തിനിരയായി മരണപ്പെടുന്നത്, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ഇലക്ഷനിൽ പ്രതിഫലിക്കും. ഇത് നിർബന്ധമായിട്ടും സ്വരാജിനെതിരെ ശക്തമായ രൂപത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ ജനവികാരം ആളിക്കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.